അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരായ ജനകീയ പ്രതിരോധ ക്യാമ്പയിന് തുടക്കമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് കിണറുകൾ ഉൾപ്പെടെയുള്ള ജലാശയങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുന്നത്. കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം ഒളവണ്ണയിൽ നടന്നു. മസ്തിഷ്ക ജ്വരം ഉൾപ്പെടെയുള്ള ജലജന്യ രോഗ പ്രതിരോധം ലക്ഷ്യമിട്ട് നടക്കുന്ന ജനകീയ പ്രതിരോധ ക്യാമ്പയിന് തുടക്കമായി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗ തീരുമാനത്തെ തുടർന്നാണിത് നടപ്പാക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഇത് നടപ്പിലാക്കുന്നത്. മുഴുവൻ ജലാശയങ്ങളും ക്ലോറിനേറ്റ് ചെയ്യുകയാണ് ലക്ഷ്യം. ജലമാണ് ജീവൻ ക്യാമ്പയിന്റെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം ഒളവണ്ണയിൽ നടന്നു. നമ്മൾ ഒരു 25 വീടിനൊക്കെ ഒരു വളണ്ടിയർമാരെ ആക്കിയാലേ മതിയാവുള്ളൂ. എല്ലാ കിണറുകളും ക്ലോറിനേറ്റ് ചെയ്യാനുള്ള ഉദ്ദേശം, പൊതുകിണറുകൾ ഉൾപ്പെടെ. അപ്പോൾ അതിനുവേണ്ടി വളണ്ടിയർ പരിശീലനമാണ് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങൾ നടന്നിരിക്കുന്നത്. അതിനുശേഷം എല്ലാവരും ആവശ്യത്തിന് ബ്ലീച്ചിങ് പൗഡർ വാങ്ങിയിട്ടുണ്ട്. ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് ക്ലോറിനേറ്റ് ചെയ്യാനാണ്. കോഴിക്കോട് ജില്ലയിലെ കുടുംബശ്രീ, ആശാവർക്കർമാർ എന്നിവർക്ക് ഈ രോഗവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം ആരോഗ്യവകുപ്പ് നൽകി. 19 പേരാണ് രോഗം സ്ഥിരീകരിച്ച് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 9 പേർ ചികിത്സയിൽ കഴിയുന്നു. രണ്ടാം ഘട്ടമായി സെപ്റ്റംബർ 8 മുതൽ 30 വരെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്കൂളുകൾ വഴിയുള്ള ബോധവൽക്കരണം സംഘടിപ്പിക്കും. കൈരളി ന്യൂസ്, കോഴിക്കോട്.